വാട്സാപ്പിൽ നമുക്കൊരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ലാംഗ്വേജിലുള്ള വോയിസ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റാക്കി മാറ്റേണ്ടത്, ആ ലാംഗ്വേജ് അവിടെ തിരഞ്ഞെടുക്കുക. ഒരു ഉപകാരമില്ലാത്ത 4 ലാംഗ്വേജ് ഇവർ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ. ഈ ലാംഗ്വേജിൽ ആരാണ് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത്? എങ്കിലല്ലേ നമുക്കിത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ മലയാളികളാണെങ്കിൽ മലയാളത്തിലായിരിക്കും നമുക്ക് ഒരുപാട് വോയിസ് മെസ്സേജ് വരിക. ചിലപ്പോൾ തമിഴ്നാട്ടുകാരായ ചങ്ങായിമാരുണ്ടെങ്കിൽ നമുക്ക് തമിഴിൽ വോയിസ് മെസ്സേജ് വരും, അല്ലെങ്കിൽ ഹിന്ദിക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദിയിൽ വോയിസ് മെസ്സേജ് വരും. ഇതൊന്നും നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റാനുള്ള ഓപ്ഷൻ വാട്സാപ്പ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലുള്ള വോയിസ് വന്നു കഴിഞ്ഞാലും അത് ടെക്സ്റ്റാക്കി മാറ്റാനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി ടെക്സ്റ്റാക്കി മാത്രമല്ല, ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. ഇപ്പം ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് കലപില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അപ്പോൾ ഇത് ടെക്സ്റ്റാക്കി മാറ്റിയാൽ അത് വായിക്കാമല്ലോ. ചിലപ്പോൾ നിങ്ങൾ മീറ്റിങ്ങിലായിരിക്കും. ആ മീറ്റിങ്ങിൽ നിങ്ങൾക്കൊരു വോയിസ് വന്നു കഴിഞ്ഞാൽ ആ വോയിസ് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ ടെക്സ്റ്റാക്കി മാറ്റിയാൽ നിങ്ങൾക്കത് വായിക്കാമല്ലോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലഭിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആയി വരിക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ളതാണ് ടെക്സ്റ്റാക്കി മാറ്റേണ്ടത് ആ ഭാഷ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ മലയാളമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് ഉള്ളത്. എനിക്ക് ഇപ്പോൾ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തുന്നില്ല. നമുക്ക് ഇത്രയേ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ജസ്റ്റ് നമുക്ക് ബാക്ക് വന്നിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു വോയിസ് വന്നിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഹലോ, എവിടെയുള്ളത്? ഒരു 10 മണി നമുക്ക് ഫ്രീ ആവോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി വരാമല്ലോ. സമയം ഉണ്ടെങ്കിൽ പറ. ഓക്കെ, ഇപ്പോൾ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഈ ഒരു വോയിസ് എനിക്ക് ടെക്സ്റ്റാക്കി മാറ്റണം. അവിടെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ മോർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷനിലായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ട. നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ ഇതാ കണ്ടോ, നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ലാംഗ്വേജിലേക്ക് ടെക്സ്റ്റാക്കി വന്നിട്ടുണ്ട്. ഓക്കെ, കൃത്യമായി നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിൽ തന്നെ ആ ഒരു വോയിസ് ഇവിടെ ടെക്സ്റ്റാക്കി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഇവിടെ 2-3 ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഐക്കൺ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഐക്കണും ഇവിടെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ അത് ഇംഗ്ലീഷിലേക്ക് മാറി. ഇനി മലയാളം തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇപ്പുറം ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വാട്സാപ്പിൽ വരുന്ന ഏത് വോയിസ് മെസ്സേജും നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും. അതേ ടെക്സ്റ്റ് തന്നെ നമുക്ക് ഏത് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.